ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷകനും നമുക്ക് വേണ്ടി വീണ്ടും വരുന്നവനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരന്മാർക്കും സ്നേഹവന്ദനം. ആദ്യമായി എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ക്രിസ്തീയ സഹോദരിയോട് എല്ലാ അഡ്മിനോടും നന്ദി പറയുന്നു. യോനയുടെ പുസ്തകത്തിൽ നിന്നും ഒരു കഥാപാത്ര പഠനം. യോന പ്രവാചകനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപായി നിനവേ പട്ടണത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിനവേ അശൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണവും ഒടുവിലത്തെ തലസ്ഥാനവുമായിരുന്നു. ഹാമിൻ്റെ മക്കളിൽ ഒരാളായ കൂശിൻ്റെ മകനായ നിമ്രോദാണ് ഈ പട്ടണം പണിതത്. ഉൽപ്പത്തി 10:11. പുരാതന കാലത്തെ ഒരു മഹാനഗരമായിരുന്നു നിനവേ. ഈ നഗരത്തിന് ചുറ്റും 100 അടി ഉയരമുള്ളതും 40 അടി ചുറ്റളവുമുള്ള മതിൽക്കെട്ടുണ്ടായിരുന്നു. കോട്ടയുടെ സംരക്ഷണത്തിനു വേണ്ടി ചുറ്റിനും 150 അടി വീതിയിലും 60 അടി ആഴത്തിലും കിടങ്ങുണ്ടായിരുന്നു. അതിനാൽ ഈ കോട്ടകൾ കടക്കാൻ ശത്രുക്കൾക്ക് സാധ്യമല്ലായിരുന്നു. വളരെ കാലം നിനവേ അശൂറിൻ്റെ തലസ്ഥാനമായിരുന്നു. അവിടെ അശൂർ രാജാവായ സെൻഹെരീബ് വന്ന് താമസിച്ചു. ഇഷ്ടദേവനായ നിസ്രോക്കിനെ ഭജിച്ചു. ഇത് നമ്മൾക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 36-37 വാക്യങ്ങളിൽ. ഈ മഹാനഗരത്തിലാണ് 1,20,000-ൽ പരം ജനങ്ങളും മൃഗങ്ങളും വസിച്ചിരുന്നത്. യോന പ്രവാചകൻ ആരാണെന്ന് നോക്കാം. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ഒരു പ്രവാചകനാണ് യോന. BC 793 മുതൽ 753 വരെ ഇസ്രായേൽ രാജ്യം ഭരിച്ചിരുന്ന യൊരോബെയാം രണ്ടാമൻ്റെ സമകാലികനായിരുന്ന യോന. 2 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായം 25 വാക്യം. യോന എന്ന വാക്കിൻ്റെ അർത്ഥം നിഷ്കളങ്കൻ എന്നാണ്. അമീത്തായിയുടെ മകനായ യോന എന്ന് വായിക്കുന്നു. അമീത്തായി എന്ന വാക്കിന് വിശ്വസ്തൻ എന്നാണ് അർത്ഥം. ഒരു വിശ്വസ്തൻ്റെ നിഷ്കളങ്ക മകനായ യോന ഗലീലയ്ക്ക് വടക്കുള്ള ബെത്ത് ഹേഫേർ കാരനാണ്. അതിനാൽ ഗലീലയിൽ നിന്ന് എഴുന്നേറ്റൊരു പ്രവാചകനായി കണക്കാക്കുന്നു. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി നിനവയിൽ നിന്നും യോന മടങ്ങി വന്നതിന് ശേഷം താൻ തന്നെ എഴുതിയതാണ് യോനയുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ 4 അധ്യായങ്ങളുണ്ട്. ഈ അധ്യായങ്ങളിൽ യോനയും ദൈവവും, യോനയും കപ്പൽ പ്രമാണിയും സഹയാത്രികരും, ദൈവവും യോനയും തമ്മിലുണ്ടായ സംഭാഷണവും സംഭവവികാസങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏതാണ്ട് 2 മാസക്കാലം നിനവയിലുള്ള ജനങ്ങളും യോനയും തമ്മിലുണ്ടായ സംഭവവികാസങ്ങളാണ് പരാമർശിച്ചിരിക്കുന്നത്. മാനസാന്തരപ്പെടുന്ന ഏത് പാപിയെയും രക്ഷിക്കാൻ ദൈവം ഇപ്പോഴും ഒരുക്കമാണെന്ന് ഈ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. അധ്യായം 1:1. യോനയ്ക്ക് യഹോവയുടെ അരുളപ്പാടുണ്ടായത്, നീ നിനവയിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കുക, കാരണം അവരുടെ ദുഷ്ടത ദൈവസന്നിധിയിലെത്തി. നിനവേക്കാരുടെ പാപം ദൈവം ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് മനസ്സാന്തരം ഉണ്ടാകുവാനും പാപം വിട്ട് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നു. എസെക്കിയേൽ 33:11. എന്നാണേ ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തൻ്റെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്കിഷ്ടമുള്ളതെന്ന യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. 33:19. ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ടു തിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ അതിനാൽ ജീവിക്കും. എന്നാൽ പുറജാതികളായ നിനവേക്കാർ മാനസാന്തരപ്പെടുന്നത് യോനയ്ക്ക് സന്തോഷമില്ലായിരുന്നു. അവരുടെ പാപത്തിൻ്റെ ശിക്ഷ അവർ വഹിക്കട്ടെ എന്ന് താൻ ചിന്തിച്ചു. യോന ഒരു മുൻവിധിയോടെ തൻ്റെ വിധി നടപ്പാക്കാൻ തീരുമാനിച്ചു. അവൻ ദൈവവേലയിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്നു.